ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. അപ്പോൾ ഇത്രയും മഴ പെയ്ത് വീട്ടിലിങ്ങനെ വർക്കൊന്നുമില്ല, ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ എന്നാൽ വെറുതെ പാടത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം എന്ന് കരുതിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിത് ഈ പാടത്തോട്ട് എൻട്രി ആവാറായിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ പാടമൊക്കെ വെള്ളം നിറച്ച് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നതിൻ്റെ രണ്ട് ഉദ്ദേശമുണ്ട്. കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുക്കണം എന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. അതുപോലെ മാക്രോ ആണ് ഞാൻ നോക്കുന്നത്. മാക്രോ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ച് നോക്കണം. കുറേ നാളായി ടച്ച് വിട്ടുപോയി. അപ്പോൾ ടച്ച് പോയോ എന്നറിയണം. അപ്പോൾ പാടം ഒന്ന് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ കരുതി അതൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സാഹസത്തിൻ്റെ മുതിരണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പാടത്തെത്തി. അപ്പോൾ ഇവിടെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ്റെ ബേബി ചേട്ടൻ ചൂണ്ടയിട്ടിട്ട് തിരിച്ചു വരുന്നുണ്ട്. വെട്ടിടാൻ പോയിട്ട് വന്നു കേട്ടോ. പുള്ളി ശരിക്കും ഇടുക്കിക്കാരനാണ്. അങ്കമാലിൽ വന്ന് എന്തോ ചെറിയ ജോലികളൊക്കെ ചെയ്ത് താമസിക്കുന്ന ഒരാളാണ്. നമ്മളിത് ഈ പാടത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പാടം ഫുള്ള് നിറഞ്ഞു. ഇത് നല്ല മനോഹരമായിട്ടൊരു പാടമാണ്. അങ്കമാലിയിലെ ഒരു സ്ഥലമാണിത്. ഇവിടെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ നല്ല രസം. മഴയൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതിന് വേറെ ആരെയും ഒന്നും പറയാൻ പറ്റില്ല. നല്ല രസമാണ്. പാടം ഇങ്ങനെ നിറഞ്ഞ് പോകുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഫുള്ള് വെള്ളമാണ്. പിന്നെ ഒരു വല്ലാത്തൊരു ഗ്രീൻ എല്ലായിടത്തും ഈ മഴ ആയതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. സ്കൈയൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട്. നല്ല രസം കേട്ടോ. പാടത്ത് വെള്ളം കയറിയതിൻ്റെ ഭാഗമായിട്ട് ചെറിയ മീനുകൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. നല്ല രസമാണ്. പണ്ടൊക്കെ രാത്രി നമ്മളിടയ്ക്ക് മീൻ പിടിക്കാനിവിടെ വരാറുണ്ട്. ഇപ്പം അങ്ങനെ അടുത്തൊന്നും അങ്ങനെ വരാറില്ല. അങ്ങനെ നോക്കുമ്പോൾ നല്ല രസം. ദൂരെ കുറച്ച് ഫ്രണ്ട്സ് പിള്ളേർ ഇരിക്കുന്നുണ്ട്. ഞാൻ അറിയുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അവരും ഇതുപോലെ തന്നെ മഴയും ചാറ്റൽ മഴയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ നടന്നെത്തുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ പാടത്തിൻ്റെ, നമ്മുടെ ഇവിടെയൊക്കെ മുറി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇവിടെ മുറി എന്നാണ് നമ്മുടെ നാട്ടിലതിനെ പറയണത്. മുറി കാണാൻ പറ്റും. ഈ മുറിക്ക് തന്നെ അത്യാവശ്യം താഴ്ച ഉണ്ട് കേട്ടോ. ഒരു ചെറിയ താഴ്ച, ഒരു ചെറിയ കൈത്തോട് പോലെയാണ് സത്യത്തിൽ ഇത് ഇരിക്കുന്നത്. താഴ്ച മീൻസ് എനിക്ക് തോന്നുന്നു ഒരു മുട്ടിന് താഴ്ച ഉണ്ടാവണം. ഞാനാണെങ്കിൽ പാൻറ്റ് അല്പം പൊക്കി വെച്ചാൽ മീനുണ്ട് കേട്ടോ. നിറച്ച് മീനുണ്ട്. ചെറിയ ചെറിയ പൊടി മീനുകൾ ഓടി കിടക്കുന്നുണ്ട്. അത് കാണാൻ നല്ല രസം. ഈ മഴ ഇങ്ങനെ ചാറി നിൽക്കണോണ്ട് തന്നെ ഇത് ഫുള്ള് നിറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ, ഇനിയും മഴ പെയ്താൽ ചിലപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് ഇപ്പുറത്തോട്ട് പോരും. നല്ല രസമായിട്ടോ കാണാൻ. നല്ല വെള്ളവും ഒത്തിരി ബേഡ്സ് ഉള്ളൊരു സ്ഥലമാണ്. കുറേ കിളികൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ബേഡിങ്ങിന് കൊണ്ട് വരാറുണ്ട്. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ വീണ്ടും തുടങ്ങി. ഞാൻ ചെറുതായിട്ട് നനയാൻ തുടങ്ങി. പക്ഷെ നനഞ്ഞാൽ ഞാൻ തിരിച്ചു പോകണില്ല. അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മഴ പെയ്ത് അത്യാവശ്യം നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. ഞാൻ ചാറുള്ളൂ എന്ന് വിചാരിച്ചുള്ളൂ, പക്ഷേ നന്നായിട്ട് പെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം അനങ്ങാതെ നമുക്ക് നിന്ന് നോക്കാം. ഇത് മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടോ. ഇങ്ങനെ നല്ല തുള്ളിയായിട്ട് ഇങ്ങനെ വീഴുന്നത് അടിപൊളി ഒരു ഫീലാണ്. സത്യത്തിൽ മഴ നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു ശല്യമാണെങ്കിലും ഇത് നമ്മൾ വേറെ എവിടെയെങ്കിലും മാറി മഴയില്ലാത്തൊരു സ്ഥലത്ത് കുറച്ചാൾ ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ മഴ കാണാൻ നമ്മൾ ശരിക്കും ആഗ്രഹിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും മഴയത്തേക്കാണ് നടക്കാണ്. നമ്മുടെ മറ്റുള്ള പിള്ളേരൊക്കെ തിരിച്ചു പോയിട്ട് ഒരാളവിടെ വണ്ടി തിരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ചേച്ചിമാർ ഞാറ് കിടന്നിട്ട്. അപ്പോൾ ഇവിടെ അങ്കമാലി, എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും നിലവിലിപ്പോൾ അങ്ങനെ കൃഷിയൊന്നുമില്ല. ഇത് വേങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഈ ഞാറ് കിടന്നതൊക്കെ ഞാൻ കണ്ടിട്ട് ഇപ്പോൾ കുറച്ചായി. നേരത്തെ നമ്മളെപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നതാണ്. വീട്ടിലായാലും എൻ്റെ അമ്മയൊക്കെ ഇങ്ങനത്തെ പണിക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഞാനിത് എപ്പോഴും ഇത് നോർമലി നമുക്ക് കാണുന്ന കാഴ്ച. പക്ഷേ ഇപ്പോൾ അടുത്തൊന്നും കാണാത്തതുകൊണ്ട് അതൊന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം. ഇതൊക്കെ ഓരോ വട്ടം കേട്ടോ. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇത് തലയ്ക്ക് ഭ്രാന്തായിട്ടൊക്കെ തോന്നും. കാരണം ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ ഞാനിത് കുറച്ചാളായിട്ട് മിസ് ചെയ്തത് കൊണ്ട് എനിക്കിത് വീണ്ടും കാണണമെന്നുണ്ട്. നമ്മുടെ ചേച്ചിമാർ അവിടെ നിന്ന് ഞാറ് പറിച്ചതിൻ്റെ ഇടയിൽ നട്ടുകൊണ്ടിരിക്കുകയുണ്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർക്ക് എന്നോട് ചോദിച്ചത് എന്താ സംഭവം, എന്താ നീ ക്യാമറ എടുക്കണമെന്നൊക്കെ ചോദിച്ചു. ഞാനപ്പോൾ കാര്യം പറഞ്ഞു. നല്ല ചേച്ചിമാരട്ടോ. അവർ മനസ്സിലായി. പിന്നെ അവരെന്നെ മൈൻഡ് ചെയ്തില്ല. ഞാനങ്ങനെ അവരുടെ അടുത്തേക്ക് കുറച്ച് എത്താൻ വേണ്ടിയിട്ട് വരമ്പത്തേക്കടെ പോകണം. അപ്പോൾ ഞാൻ വരമ്പത്തേക്കടെയൊക്കെ നടന്നിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പാടത്തൊന്നും ഇറങ്ങാൻ പേടിയാണ്. നിറച്ച് അട്ടയാണ്. ഈ പാടത്ത് അട്ടയില്ല. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാടത്ത് നിറച്ച് അട്ടയായതുകൊണ്ട് ഞാനങ്ങനെ ഇറങ്ങാറില്ല. അപ്പോൾ വരമ്പത്തേക്കടെ പോയി ഇടയ്ക്ക് നല്ല സ്ലിപ്പ്, നല്ല തണുപ്പാട്ടോ. വെള്ളത്തിന് നല്ലോണം തെന്നി കിടക്കുന്നുണ്ട്. ക്യാമറ ചെറുതായിട്ട് ഷെയ്ക്ക് ആവണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലെന്താണെന്ന് വെച്ചാൽ അത്രയും തെന്നലുള്ളതുകൊണ്ട് കേട്ടോ. നമ്മൾ നടന്നു അങ്ങനെ അവരുടെ കുറച്ച് വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചിലേക്ക് നമ്മളെത്തി. അപ്പോൾ അവർ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയത്ത് നിന്നാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സത്യത്തിലൊരു ഭയങ്കര പരിപാടിയാണ്. അതായത് നല്ല ശാരീരിക അധ്വാനം വേണ്ട ഒരു ജോലിയാണ് ഈ ഞാറ് നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ 3 പേരേ ഉള്ളൂ ഇന്ന്. അവർ
അവരുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ അവരുടെ കുറച്ച് നല്ല വിഷ്വൽസ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മകളിലെല്ലാത്തിലും ഈ ഞാറ് പറിക്കൽ, നടിയിൽ, കൊയ്ത്ത് അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എൻ്റെ വീട്ടിൽ അമ്മ വീട്ടിലൊക്കെ എപ്പോഴും ഇത്തരത്തിലുള്ള പണിക്കാണ്. അവർക്ക് ഇങ്ങനെ പാട്ടത്തിനടുത്ത് കൃഷിയിലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അവർ അല്ലാതെ ജോലിക്കും പോകുമായിരുന്നു കേട്ടോ. അപ്പം അത് നമുക്കതൊരു കോമൺ സംഭവമായിരുന്നു പണ്ട്. പക്ഷേ എനിക്കൊരു 10 വയസ്സ് 14 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാനതങ്ങനെ അധികം കണ്ടിട്ടില്ല. നാട്ടിലിപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുന്നില്ല. സത്യത്തിൽ അത് ഭയങ്കര സങ്കടമുള്ള കാര്യം കേട്ടോ. നാട്ടിലെ പാടങ്ങളൊക്കെ വെറുതെ കിടക്കുകയാണ്. ആകെ വേങ്ങൂർ ഭാഗത്ത് നവീൻ എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ, അവൻ്റെ നേതൃത്വത്തിൽ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കവരപ്പറമ്പിലും കുറച്ചുണ്ട്. ബാക്കിയുള്ളിടത്തൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നിർത്തി. ലാഭമില്ലാഞ്ഞിട്ടാണ്. സർക്കാർ ഈ പറഞ്ഞ ഈ നെല്ലിൻ്റെ വിലയൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ ഉൽപ്പാദന ചിലവ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ പുറമേ നിന്ന് അരി ചീപ്പായിട്ട് വരുന്നുണ്ട്. സത്യത്തിൽ നല്ലതാണോ ചീത്തയാണോ അതൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ മലയാളികളുടെ ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ലാഭം മാത്രമേ നോക്കണം. ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും നമ്മൾ അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കേരളത്തിൽ ഫാം ടൂറിസം പോലുള്ള പരിപാടികളൊക്കെ നമുക്ക് ആപ്ലിക്കബിളാണ്. അതായത് ഒത്തിരി ആൾക്കാർ അതിനെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ ആ കാഴ്ച കണ്ടു, അത് എൻജോയ് ചെയ്ത് കുറച്ച് വിഷയിലൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ. അത് ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നടക്കണം, കുറച്ച് ദൂരം ഇനി നടക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ മാക്രോ ഷോട്ടുകളൊക്കെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്യണത് ലൂമിക്സിൻ്റെ S5 Mark II X എന്ന് പറഞ്ഞ ക്യാമറ കേട്ടോ. നല്ല വെതർ സീൽഡാണ്. അതുകൊണ്ടാണ് ഞാൻ മഴയത്ത് ധൈര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് മഴയത്ത് ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. വെതർ സീൽഡ് ആയതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം കയറി നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാനും കുറേ നേരമായിട്ട് മഴ കഴിഞ്ഞുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ തണുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ചെറുപ്പം തൊട്ടിട്ടേ എനിക്ക് മഴ പെയ്യുന്നതും മഴ കാണുന്നതും മഴയത്ത് കളിക്കുന്നതും മഴയത്ത് തോട്ടിൽ കുളിക്കാൻ പോകുന്നത് കുളത്തിൽ ചാടുന്നത് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു കൂട്ടുകാരും ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്നത് തോട്ടിലും കുളത്തിലൊക്കെയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ആ മുറി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതിന് ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയണത് ഇങ്ങനത്തെ ചെറിയ വെള്ളം പോകുന്ന ചാലുകളെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് മനസ്സിലാക്കാമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ മുറിയിലേക്ക് എത്തി. ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച എത്തിച്ചു. പുറത്ത് നല്ല മഴ വീണുകൊണ്ട് ഈ വെള്ളത്തിന് എന്താണെന്നറിയില്ല ഭയങ്കര ചൂടാണ്. നല്ലൊരു ഇളം ചൂടാണ്. സത്യത്തിൽ നല്ല രസമുണ്ടോ. ഒരു നമ്മൾ ജക്കൂസിയിലൊക്കെ കിട്ടുന്ന ആ വെള്ളത്തിൻ്റെ ഒരു ഫീലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ജക്കൂസി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേഗം ഇപ്പം അന്തരീക്ഷം പതുക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ഗ്യാപ്പ് നോക്കിയിട്ട് നമുക്ക് കുറച്ച് നല്ല മാക്രോ ഷോട്ട്സ് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോഴും കാണുന്ന നമ്മളെപ്പോഴും നമ്മുടെ കണ്ണിൽ പെടുന്ന ചില ചെറിയ ജീവികളെയാണ് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ ഉദ്ദേശിക്കുന്നത്, ഷൂട്ട് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് എങ്ങനെയാണത് വർക്കൗട്ട് ആകുമെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ചില ചെറിയ ജീവികളുടെ വലിയ ലോകത്തായിരുന്നു. കുറേ കുഞ്ഞന്മാരെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ വിഷ്വൽസൊക്കെ ഇതിൻ്റെ പിറകിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് എല്ലാവരും കണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ വിടട്ടെ. നിങ്ങൾ വീഡിയോയുടെ ബാക്കി കാണാൻ മറക്കരുതേ.